ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഫ്രൂട്ട് കസ്റ്റർഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 2.5 ഗ്ലാസ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പാല് 240 ml ആണ്. പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പാല് വെറുതെ തിളച്ച് കിട്ടിയാൽ പോരാ, നമുക്ക് ഈ പാല് നന്നായിട്ട് കുക്കായി കിട്ടണം. ഇപ്പൊ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം. ഇതിലോട്ട് ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം മധുരം ഉണ്ട്, പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1-2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കസ്റ്റേർഡിന്റെ മിക്സ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കുറേ നേരം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി, ഇതങ്ങ് മിക്സ് ആയിക്കോളും. ഞാനിത് എടുത്തിരിക്കുന്ന വാനില ഫ്ലേവറാണ് നല്ലത്. നമുക്കിനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ഈ സമയത്ത് ഇതൊക്കെ ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകിപ്പോകും. അങ്ങനെ വരരുത്. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഞാൻ ഇതിലോട്ട് വാനില എസൻസ് കൂടി ചേർക്കാൻ പോവുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 5-6 ഡ്രോപ്സ് മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഒരുപാട് കുറുകി പോവരുത്, എന്നാലും ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുകയും വേണം. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് കുറുകി പോയാൽ നമ്മൾ തണുപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നുകൂടി ഇരുന്ന് കുറുകും. ഉണ്ടോ? ഇതുപോലത്തെ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം. ഒരുപാട് കുറുകി പോയാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറണം. ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മാങ്ങയുണ്ട്, മുന്തിരി, ആപ്പിള്, പൈനാപ്പിൾ, ഏത്തപ്പഴം, ഞാലിപ്പൂവൻ പഴം, പോമഗ്രാനൈറ്റ്, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ കിട്ടുന്നത് അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ മാങ്ങ കാണും, ഏത്തപ്പഴം കാണും, ഞാലിപ്പൂവൻ പഴം കാണും. അങ്ങനെയുള്ളവർ അതൊക്കെ ഉപയോഗിക്കുക. ഓരോ സീസൺ അനുസരിച്ച് കിട്ടുന്ന പഴങ്ങൾ, അല്ലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന പഴങ്ങൾ, അതൊക്കെ ഉപയോഗിക്കാം. നമുക്കിതെല്ലാം കൂടെ ഈ കസ്റ്റേർഡിന്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് കാണിക്കാം. പിന്നെ എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പം ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ 1 മണിക്കൂർ കഴിഞ്ഞൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ ഈ ഫ്രൂട്ട് കസ്റ്റേർഡിൽ ഇട്ട് കൊടുക്കാം. അല്ല നിങ്ങൾ ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ കൂട്ടത്തിൽ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒന്നുകിൽ നിങ്ങൾ പൈനാപ്പിൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ പൈനാപ്പിൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത്
ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാരണവശാലും 1 മണിക്കൂർ കൂടുതൽ ഫ്രൂട്ട് കസ്റ്റേർഡിൽ പൈനാപ്പിൾ ഇട്ട് വെക്കരുത്. കാരണം ഈ പൈനാപ്പിളിൽ നിന്ന് ഒരു കയ്പ്പ് ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനേ പറ്റത്തില്ല. ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് മൊത്തം എന്തോ ഒരു കയ്പ്പ് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ പോമഗ്രാനൈറ്റ് ഒക്കെ വിതറി ഇതുപോലെ അലങ്കരിച്ചെടുക്കാം. നട്ട്സും ഈന്തപ്പഴവും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈന്തപ്പഴം സൂപ്പർ ടേസ്റ്റാണ് കസ്റ്റേർഡിൻ്റെ കൂടെ. അങ്ങനെ അധികം ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അപ്പം ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.